നിങ്ങൾ ഇങ്ങനെ പറയാറുണ്ടോ, എന്നെ കാണാൻ വലിയ ഭംഗിയില്ല, എന്നെ ആരും സ്നേഹിക്കില്ല, സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാവരും എന്നെ ഇട്ടിട്ട് പോകും എന്ന്? അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ ക്രഷ് തോന്നുന്ന ആൾക്കാരോട് ഇങ്ങനെ പറയാറുണ്ടോ, ഓ നിനക്കിപ്പോ വലിയ ജാടയല്ലേ, നമ്മളെയൊന്നും ആരും മൈൻഡ് ചെയ്യില്ലല്ലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാർ നിങ്ങൾ ഇട്ടിട്ട് പോവുകയും ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സും ക്രഷും ഈ ജാട തുടരുകയും ചെയ്യും. അതായത് ഇൻഡയറക്ട്ലി നിങ്ങൾ പറയാണ് എനിക്ക് സെൽഫ് എസ്റ്റീം കുറവാണെന്ന്. റിസർച്ചുകൾ പറയുന്നത് സെൽഫ് എസ്റ്റീം കുറവുള്ള ആൾക്കാരുടെ കൂടെ അധികം ആൾക്കാർ നിൽക്കില്ല എന്നാണ്. അതായത് നമ്മളെ ഒന്നും ആരും മൈൻഡ് ചെയ്യില്ലല്ലോ എന്ന് നിങ്ങൾ പറയുന്നത് വഴി നിങ്ങൾ അവരോട് ഇൻഡയറക്ട്ലി പറയാണ് നീയാണ് എന്നെക്കാൾ വലുത്, ഞാൻ നിന്നേക്കാൾ താഴെയാണ് എന്നാണ്. ആൻഡ് ഇത് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തുകയാണ്. അങ്ങനെ നമ്മളെ താഴ്ത്തി കണ്ട് ട്രീറ്റ് ചെയ്യാൻ നമ്മൾ തന്നെയാണ് മറ്റുള്ളവരെ നിർബന്ധിക്കുന്നത്. മനസ്സിലാക്കുക, സിംഹത്തെക്കാൾ ശക്തി കൂടുതൽ ആനയ്ക്കാണ്, എന്നിട്ടും സിംഹമാണ് കാട്ടിലെ രാജാവ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ആറ്റിറ്റ്യൂഡ്. അതായത് നിങ്ങളുടെ സംസാരത്തിലും നിങ്ങളുടെ പെരുമാറ്റത്തിലും നിങ്ങൾ നിങ്ങൾക്ക് വില കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും നിങ്ങൾക്ക് വില തരും. പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് വില കൊടുത്തില്ലെങ്കിൽ, നിങ്ങൾ നിങ്ങളെ താഴ്ത്തുകയാണെങ്കിൽ ഈ ലോകത്ത് ആരും നിങ്ങൾക്ക് വില തരില്ല. സോ ഓൾവേസ് റിമെമ്പർ ദിസ്, ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഈസ് എവറിഥിങ്. തൽക്കാലത്തേക്ക് ഇതിന് പ്രധാനമായ 2 സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം, ബാക്കി നമുക്ക് വേറെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ എന്ന് പറയുന്നത് ഒബ്സർവ് യുവർ തോട്ട്. അതായത് നിങ്ങൾ നിങ്ങളുടെ ചിന്തയെ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. നിങ്ങളുടെ ചിന്ത കൂടുതലും നെഗറ്റീവ് ആണോ, നിങ്ങൾ നിങ്ങളെ പറ്റി താഴ്ത്തിയാണോ ചിന്തിക്കുന്നത്? അതിന് കുറെ കാരണങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇപ്പോ നിങ്ങളുടെ ചിന്ത എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളെ പറ്റി തന്നെ താഴ്ത്തിയാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങനെയായിരിക്കും വേറെ ആൾക്കാരോട് ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ നമ്മളെ താഴ്ത്തി കാണുകയും ചെയ്യും. ചില സമയത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ അയ്യോ എനിക്ക് ഒരു കഴിവില്ല എന്ന് തോന്നും. പക്ഷെ മനസ്സിലാക്കുക, എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടാവും. ചിലപ്പോൾ ഒരാളോട് ചിരിച്ച് സംസാരിക്കാൻ പറ്റുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അല്ലെങ്കിൽ ഒരാൾ പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കി അവർക്ക് അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ഒരു വലിയ കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവരെയും പോലെ നമ്മളും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടൈം ആരോടെങ്കിലും നിങ്ങളെപ്പറ്റി താഴ്ത്തി പറയണമെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ മനഃപൂർവ്വം നിങ്ങളെ ഒന്ന് പൊക്കി പറയാം. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ പതുക്കെ പതുക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നിങ്ങൾ കുറച്ചുകൂടി സെൽഫ് കോൺഫിഡന്റ് ആവും. ഇംഗ്ലീഷിൽ ഒരു വാക്ക് പറയാറുണ്ട്, ഫേക്ക് ഇറ്റ് അണ്ടിൽ ഇറ്റ് ബിക്കം. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ കോൺഫിഡൻസ് ഉണ്ടാവില്ല, പക്ഷെ കോൺഫിഡൻസ് ഉള്ളതുപോലെ ഒന്ന് ഫേക്ക് ചെയ്യുക. അങ്ങനെ പതുക്കെ പതുക്കെ നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു ശീലമായി മാറുകയും ചെയ്യും. ആൻഡ് ദ മോർ യു പ്രാക്ടീസ് ദിസ്, ദ മോർ സെൽഫ് കോൺഫിഡന്റ് യു വിൽ ബിക്കം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. ഇതിന്റെ ബാക്കിയെല്ലാം നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.